അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ട്രാൻസ്ഫോമർ വർക്കിംഗ്, ട്രാൻസ്ഫോമറിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ ഇതുവരെ പഠിച്ച കാര്യം ഒന്നുകൂടെ പറയാം. അതായത് നമ്മൾ ട്രാൻസ്ഫോമേഴ്സിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ട്രാൻസ്ഫോമറിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതായത് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതായത് ഒന്ന് അതിൻ്റെ കൺസ്ട്രക്ഷനെ ബേസ് ചെയ്തും ട്രാൻസ്ഫോമറിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷനെ ബേസ് ചെയ്തും ട്രാൻസ്ഫോമേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ ഉണ്ട്, റേഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ ഉണ്ട്, അതുപോലെ തന്നെ പവർ ട്രാൻസ്ഫോമർ ഉണ്ട്. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. ദെൻ കൺസ്ട്രക്ഷനെ ബേസ് ചെയ്ത് നമ്മൾ ട്രാൻസ്ഫോമറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഐസൊലേഷൻ ടൈപ്പ് ട്രാൻസ്ഫോമറും അതുപോലെ തന്നെ ഓട്ടോ ട്രാൻസ്ഫോമറും. അതിൽ ഐസൊലേഷൻ ടൈപ്പ് ട്രാൻസ്ഫോമർ പിന്നെയും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കോർ ടൈപ്പ് ട്രാൻസ്ഫോമറും അതുപോലെ തന്നെ ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറും. ഇനി നമുക്ക് വർക്കിങ്ങിലേക്ക് പോകാം. അപ്പോൾ വർക്കിങ്ങിൽ നമ്മളൊരു കോർ ടൈപ്പ് ട്രാൻസ്ഫോമറാണ് കൊടുത്തിരിക്കുന്നത്. ഐസൊലേഷൻ ടൈപ്പിലെ കോർ ടൈപ്പ് ട്രാൻസ്ഫോമറാണ് ഈ ഫിഗർ 7.19 നോക്കുക. അപ്പോൾ അതിൽ നമ്മൾ അതിൽ രണ്ട് ഹൈലി ഇൻഡക്റ്റീവ് കോയിൽ കൊണ്ട് ആ ഒരു സോഫ്റ്റ് അയൺ കോറിൻ്റെ രണ്ട് എൻഡിലായിട്ട് വൗണ്ട് ചെയ്തിട്ടുണ്ട്. കോർ ടൈപ്പ് ട്രാൻസ്ഫോമറിൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് അതിൻ്റെ വൈൻഡിങ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കോർ ടൈപ്പ് ട്രാൻസ്ഫോമറിൻ്റെ രണ്ട് എൻഡിലായിട്ട് ഹൈലി ഇൻഡക്റ്റീവ് കോയിൽ കൊണ്ട് വൗണ്ട് ചെയ്തിട്ടുണ്ട്. ഈ കോയിൽസ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി സെപ്പറേറ്റഡ് ആണ്, ബട്ട് മാഗ്നറ്റിക്കലി ലിങ്ക്ഡ് ത്രൂ ആൻ അയൺ കോർ ഓഫ് ലോ റിലക്റ്റൻസ്. അത് ഒരു ലോ റിലക്റ്റൻസ് അയൺ കോറിലാണ് വൗണ്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോയിലുകൾ ഇലക്ട്രിക്കലി സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും മാഗ്നറ്റിക്കലി ലിങ്ക്ഡ് ആണ്. ഇനി ഈ രണ്ട് കോയിലും ഹൈലി ഇൻഡക്റ്റീവ് ആണെന്ന് പറഞ്ഞപ്പോൾ അതിന് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വളരെ കൂടുതലാണ്. വളരെ ചെറിയ വേരിയേഷൻ പോലും മറ്റേ എൻഡിൽ ഫ്ലക്സിൻ്റെ വേരിയേഷൻ പോലും മറ്റേ എൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ഹൈ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉള്ള കോയിൽ കൊണ്ടാണ് വൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ, ഇനി നമ്മൾ ഈ രണ്ട് കോയിലിൽ ഒന്നിലേക്ക് ഒരു ആൾട്ടർനേറ്റിംഗ് സോഴ്സ് ഓഫ് വോൾട്ടേജ് കണക്ട് ചെയ്യുന്നു. ഒരു കോയിലിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? സോഴ്സ് ഓഫ് വോൾട്ടേജാണ്. അപ്പോൾ അത് കറണ്ട് അതുവഴി ആ കോയിൽ വഴി ഫ്ലോ ചെയ്യും. സ്വാഭാവികമായിട്ടും കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഫ്ലക്സ് എന്ത് ചെയ്യും? ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ആണ്, ഡയറക്ഷൻ ഓൾട്ടർ ചെയ്യുന്ന ഫ്ലക്സ് ആണ് അതിൽ സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ ഫ്ലക്സ് വരുമ്പോൾ അത് സോഫ്റ്റ് അയൺ കോറാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ പെർമിയബിൾ ആണ് അല്ലേ. അപ്പോൾ ഈ സോഫ്റ്റ് അയൺ കോർ വഴി സോഫ്റ്റ് അയൺ കോറ് ഫ്ലക്സിനെ കടത്തിവിടും. അങ്ങനെ എന്ത് ചെയ്യും? ആ ഫ്ലക്സ് കോയിൽ വഴി കടന്ന് മറ്റേ കോയിലെത്തും അല്ലേ. ആ സോഫ്റ്റ് അയൺ കോർ വഴി ഫ്ലക്സ് കടന്ന് നമ്മുടെ രണ്ടാമത്തെ കോയിലെത്തും. അങ്ങനെ എന്ത് ചെയ്യും? മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ സെക്കൻഡ് കോയിലേക്ക് ഒരു മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഒരു വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെക്കൻഡ് കോയിലിൽ വന്നു കഴിഞ്ഞു. മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് വോൾട്ടേജാണ് ഡെവലപ്പ് ചെയ്തത്. അങ്ങനെ ആ സെക്കൻഡറി കോയിൽ നമ്മൾ ഇനി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ കറണ്ട് ഫ്ലോ ചെയ്യും. അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് പ്രൈമറിയിൽ അല്ലെങ്കിൽ ഒരു കോയിലിൽ നിന്നും മറ്റൊരു കോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ മാഗ്നറ്റിക്കലി ആണ് ഇലക്ട്രിക് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇലക്ട്രിക് എനർജി പ്രൈമറി കോയിലിൽ നമ്മൾ വോൾട്ടേജ് കൊടുക്കുമ്പോൾ അതിലൊരു ഇലക്ട്രിക് എനർജി ഉണ്ട്. നമ്മൾ സോഫ്റ്റ് ആൻഡ് കോർ വഴി സെക്കൻഡറി കോയിൽ വൗണ്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ സെക്കൻഡറി കോയിലിൽ ആ ഒരു ഇലക്ട്രിക് എനർജി എത്തുന്നു. അപ്പം നമ്മൾ ആ സെക്കൻഡറി കോയിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? കറണ്ട് ഫ്ലോ ചെയ്യുകയും ഇലക്ട്രിക് എനർജി എന്ന് പറയുന്നത് സെക്കൻഡറി കോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നു. ഇലക്ട്രിക്കലി അല്ല ട്രാൻസ്ഫർ ചെയ്യുന്നത്, മാഗ്നറ്റിക്കലി ആണ്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇതിന് രണ്ട് കോയിലിനും നമുക്ക് ഓരോ പേര് കൊടുക്കണം. ഫസ്റ്റ് കോയിൽ ഇൻ വിച്ച് ഇലക്ട്രിക് എനർജി ഫെഡ് ഈസ് കോൾഡ് പ്രൈമറി വൈൻഡിങ്. നമ്മൾ ഏത് കോയിലിലേക്കാണോ ഇലക്ട്രിക് എനർജി കൊടുക്കുന്നതിന് നമ്മൾ പ്രൈമറി വൈൻഡിങ് എന്നാണ് പറയുന്നത്. ആൻഡ് ദി അതർ ഫ്രം വിച്ച് ഇലക്ട്രിക് എനർജി ഡ്രോൺ ഔട്ട് ഈസ് കോൾഡ് സെക്കൻഡറി കോയിൽ. നമ്മൾ എടുക്കുന്ന ഇലക്ട്രിക് എനർജി കൊടുക്കുന്നത് പ്രൈമറി ആണെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്ന ആ കോയിലിനെ പറയുന്ന പേര് സെക്കൻഡറി കോയിൽ എന്നാണ്.
അപ്പോൾ നമുക്ക് പേരായി. ഇനി നമുക്ക് വോൾട്ടേജ് നോക്കാം. നമുക്ക് പ്രൈമറിയിൽ നമ്മൾ കൊടുത്ത വോൾട്ടേജ് V1 എന്ന് കൊടുക്കുന്നു. അതുപോലെ തന്നെ സെക്കൻഡറിയിൽ നിന്ന് നമ്മൾ കിട്ടിയ വോൾട്ടേജിനെ നമ്മൾ V2 എന്നും ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ അത് സെയിം വാല്യൂ ആയിരിക്കുമോ, കൂടുതലായിരിക്കുമോ, കുറവായിരിക്കുമോ എന്ന് നമുക്കറിയണ്ടേ. അപ്പോൾ വെദർ ദ സെക്കൻഡറി വോൾട്ടേജ് V2 is more or less than the primary voltage depends on the turn ratio of the transformer. പ്രൈമറി വോൾട്ടേജിനേക്കാൾ കൂടുതലാണോ കുറവാണോ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടിയ അല്ലെങ്കിൽ സെക്കൻഡറിയിൽ നിന്ന് കിട്ടിയ വോൾട്ടേജ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ട്രാൻസ്ഫോമറിൻ്റെ ടേൺ റേഷ്യോ ആണ്. അപ്പോൾ ടേൺ റേഷ്യോ എന്ന് വെച്ചാൽ എന്താണ്, ദിസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ടു ദി നമ്പർ ഓഫ് ടേൺസ് ഓഫ് പ്രൈമറി എന്താണ് സെക്കൻഡറിയിലുള്ള നമ്പർ ഓഫ് ടേൺസിനെ പ്രൈമറിയിലുള്ള കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഒരു റേഷ്യോയെ പറയുന്ന പേരാണ് ടേൺ റേഷ്യോ എന്ന്. അപ്പോൾ N1 ഉം N2 ഉമാണ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി കോയിൽ എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, V2/V1 വോൾട്ടേജ് ഓഫ് സെക്കൻഡറി കോയിൽ ഡിവൈഡ് അല്ലെങ്കിൽ വോൾട്ടേജ് ഓഫ് സെക്കൻഡറി ഡിവൈഡ് ബൈ വോൾട്ടേജ് ഓഫ് പ്രൈമറി ഈസ് ഈക്വൽ ടു N2/N1. അതായത് V2/V1 ഈസ് ഈക്വൽ ടു N2/N1 എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ N2 ഗ്രേറ്റർ ദാൻ N1, അതായത് സെക്കൻഡറിയിലെ കോയിൽസിൻ്റെ നമ്പറാണ് കൂടുതലെങ്കിൽ പ്രൈമറിയേക്കാൾ എങ്കിൽ V2 ഗ്രേറ്റർ ദാൻ, നമുക്ക് ഇക്വേഷനിൽ നിന്ന് പറയാം V2 ഗ്രേറ്റർ ദാൻ V1. അപ്പം സെക്കൻഡറി വോൾട്ടേജ് ആയിരിക്കും പ്രൈമറി വോൾട്ടേജിനേക്കാൾ കൂടുതൽ. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ആ ട്രാൻസ്ഫോമറിനെ പറയുന്ന പേരാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. കാരണം ഇത് സ്റ്റെപ്പ് അപ്പ് ദി ഇൻപുട്ട് പ്രൈമറി വോൾട്ടേജ്, പ്രൈമറിയിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡറിയിലെ ടേണിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ സെക്കൻഡറിയിൽ നമുക്ക് കിട്ടുന്ന ഇൻഡ്യൂസ്ഡ് വോൾട്ടേജും എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇനി തിരിച്ചാണെങ്കിൽ, അതായത് N2 ലെസ് ദാൻ N1, സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ V2 ലെസ് ദാൻ V1 ആയിരിക്കും. അങ്ങനെയുള്ള കേസിൽ വോൾട്ടേജ് ഇൻപുട്ടിനേക്കാൾ കുറവാണ്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ പറയുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, കാരണം ഇൻപുട്ട് പ്രൈമറി വോൾട്ടേജിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയാണ് ആ ട്രാൻസ്ഫോമർ ചെയ്യുന്നത്. അപ്പോൾ ആ ട്രാൻസ്ഫോമറിനെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നാണ് പറയുന്നത്. ഇനി വോൾട്ടേജ് ട്രാൻസ്ഫർമേഷൻ റേഷ്യോ K എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അതെന്ന് പറയുന്നത് എന്താണ്, V2/V1 ആണ്. നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്, നമുക്ക് ഔട്ട്പുട്ടിൽ അല്ലെങ്കിൽ സെക്കൻഡറിയിൽ കിട്ടിയ വോൾട്ടേജ് ഡിവൈഡ് ബൈ നമ്മൾ പ്രൈമറിയിൽ കൊടുത്ത വോൾട്ടേജ്, ആ ഒരു റേഷ്യോയെ പറയുന്ന പേരാണ് വോൾട്ടേജ് ട്രാൻസ്ഫർമേഷൻ റേഷ്യോ K. അതിൻ്റെ വാല്യൂ തന്നെ V2/V1. നമുക്ക് മറ്റേ ഇക്വേഷനിൽ അങ്ങനെ എഴുതാം N2/N1 ആയിരിക്കും. V2/V1 എന്ന് പറയുന്നത് N2/N1 ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, V2 is equal to KV1, K ടൈംസ് V1. വോൾട്ടേജ് ട്രാൻസ്ഫർമേഷൻ റേഷ്യോ ടൈംസ് V1 ആയിരിക്കും എന്തെന്ന് പറയുന്നത്, V2 എന്ന് പറയുന്നത്. അപ്പോൾ വോൾട്ടേജ് ട്രാൻസ്ഫർമേഷൻ റേഷ്യോ എന്ന ടേൺ റേഷ്യോയ്ക്ക് ഈക്വൽ ആയിരിക്കും. ഇനി നമ്മൾ എടുക്കുന്നത് ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ ആണെന്നുണ്ടെങ്കിൽ, ഐഡിയൽ ട്രാൻസ്ഫോമർ ആണെങ്കിൽ എന്താണ്, എനർജി എന്ന് പറയുന്നത് ഫുള്ളായിട്ട് അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത് ഫുള്ളായിട്ട് ലോസ് ഒന്നും ഇല്ലാതെ ഔട്ട്പുട്ടിൽ, ഇൻപുട്ടിൽ കൊടുക്കുന്ന പവറിന് ഒരു ലോസും ഇല്ലാതെ ഔട്ട്പുട്ടിൽ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഈക്വൽ പവർ ഫാക്ടർ ആയിരിക്കും, രണ്ട് വൈൻഡിങ്സിൻ്റെയും പവർ ഫാക്ടർ ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ഇൻപുട്ട് പവർ ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ. അതായത് V1/I1 ഇസ് ഈക്വൽ ടു V2/I2. അങ്ങനെയുള്ള കേസിൽ നമുക്ക് എങ്ങനെ എഴുതാം, I2/I1 ഇസ് ഈക്വൽ ടു V1/V2 അല്ലേ. അതായത് V2/V1 ആണ് K, അതുകൊണ്ട് തന്നെ V1/V2 എന്ന് 1/K ആയിരിക്കും. ഓർ നമുക്ക് എഴുതാം I2 ഇസ് ഈക്വൽ ടു I1/K. അപ്പോൾ അതാണ് നമുക്ക് എന്താണ് ട്രാൻസ്ഫർമേഷൻ റേഷ്യോ കറണ്ട് ടേമിൽ പറഞ്ഞല്ലെങ്കിൽ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് 1/K ടൈംസ് ഇൻപുട്ട് കറണ്ട് ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എന്താണ്, ഒരു ട്രാൻസ്ഫോമർ വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുകയാണെങ്കിൽ കറണ്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ ട്രാൻസ്ഫോമർ വിച്ച് സ്റ്റെപ്പ് അപ്പ് ഫോർ വോൾട്ടേജ് ഈസ് സ്റ്റെപ്പ് ഡൗൺ ഫോർ കറണ്ട് ആൻഡ് തിരിച്ചും. സ്റ്റെപ്പ് ഡൗൺ ഫോർ വോൾട്ടേജ് ആണെങ്കിൽ വിച്ച് ഈസ് സ്റ്റെപ്പ് അപ്പ് ഫോർ കറണ്ടും ആയിരിക്കും. അതായത് നമുക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണ്, എന്താണ്,
വോൾട്ടേജ് ഒരു ട്രാൻസ്ഫോമർ വോൾട്ടേജിനെ 5 ടൈംസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് 1/5 ആയിരിക്കും. ഇൻപുട്ട് കറണ്ടിനേക്കാൾ 1/5 ടൈംസ് മാത്രമേ ഔട്ട്പുട്ടിൽ കറണ്ട് നമുക്ക് കിട്ടുകയുള്ളൂ. കാരണം എന്താണ്? പവർ രണ്ടിലും ഈക്വലാണ്. പവർ ഈക്വൽ ആവണമെങ്കിൽ പവർ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ടാണ്. അപ്പം ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും കറണ്ട് നമുക്ക് ഈക്വലായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? കറണ്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത് വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത് കറണ്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം. അതുപോലെ തന്നെ തിരിച്ചും. അപ്പോൾ കറണ്ട് റേഷ്യോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് വോൾട്ടേജ് റേഷ്യോ. അതായത് കറണ്ട് റേഷ്യോ എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ് ഇൻപുട്ട് വോൾട്ടേജ് ബൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിരിക്കും. റെസിപ്രോക്കൽ ആയിരിക്കും രണ്ടും പരസ്പരം. അപ്പോൾ ഇതിൽ ഒരു എക്സാമ്പിളൊക്കെ തന്നിട്ടുണ്ട്. എന്താണ്? ഒരു നമുക്കൊരു ട്രാൻസ്ഫോമർ ഉണ്ട്. അതിൻ്റെ പ്രൈമറി ടേൺസ് എന്ന് പറയുന്നത് 100 ആണ്. അതുപോലെ തന്നെ സെക്കൻഡറി ടേൺസ് എന്ന് പറയുന്നത് 600 ആണ്. അതുപോലെ വോൾട്ടേജ് V1 = 200 ആൻഡ് I1 = 3 ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സെക്കൻഡറിയിൽ കിട്ടിയ വോൾട്ടേജും അതുപോലെ തന്നെ സെക്കൻഡറിയിലെ കറണ്ടും കണ്ടുപിടിക്കാൻ. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അതൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ കൊടുത്ത് ചെയ്യാവുന്നത്. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൽ പവർ ഈക്വൽ ആണോ എന്നും കൂടെ കണ്ടുപിടിക്കുക. അതൊന്നുമില്ല, വെറും ചെറിയ സിമ്പിൾ മാത്തമാറ്റിക്സ് മാത്രമാണ്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ.